രാഷ്ട്രീയം നല്ലൊരു കാർഷിക മേഖല, കൃഷി മേഖല. പഞ്ചായത്ത് ഇലക്ഷനാണ് വരാൻ പോണത്. ഒരു പഞ്ചായത്ത് മെമ്പറായി കഴിഞ്ഞാൽ ഒരു കലുങ്ക് പണിതാൽ വരെ ഒരു 100 രൂപേൻ്റെ വർക്ക് നടക്കുകയാണെങ്കിൽ ഒരു 50 രൂപ ഈസി ആയിട്ട് തടയും. അതാണ് രാജ്യസേവനം. അധികാരം, പണം, രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ അതാണ്. അധികാരം കിട്ടിയാൽ പിന്നെ വിടാനും പറ്റില്ല, മനസ്സനുവദിക്കൂല. അപ്പോൾ ആരെ അടച്ചാക്ഷേപിക്കല്ല. ഒരു സ്ഥാനാർത്ഥിനെ എനിക്ക് ഓർമ്മ വരികയാണ് ഞങ്ങളുടെ നാട്ടിൽ. ഇവർക്ക് അന്നൊരു 35-40 വയസ്സിന് കണക്ക് പ്രായം. അപ്പോൾ ഇവരുടെ കുട്ടിക്ക് എന്തോ ഒരു അസുഖം, സീരിയസ് ആയിട്ട് പ്രശ്നമുണ്ടെന്ന് പറഞ്ഞിട്ട് തിരുവനന്തപുരം ശ്രീചിത്രയ്ക്ക് റെഫർ ചെയ്തു. അവിടെ ചെന്നപ്പോൾ കുറച്ച് ടെസ്റ്റുകളും കാര്യങ്ങളും അവിടെ നിൽക്കേണ്ടി വന്നു. ഭർത്താവ് ഒന്നിനും കഴിവില്ലാത്ത ആളാണ്, ഇത് നല്ല സാമർഥ്യമുള്ള പെണ്ണാണ്. അപ്പോൾ എന്ത് ചെയ്ത് ഇവർ ഇവിടുത്തെ ഒരു നേതാവിനെ, പാർട്ടിയൊന്നും ഞാൻ പറയുന്നില്ല, നേതാവായാലും ആ ഒരു സുഖം കൂടി ഉണ്ട് കേട്ടോ. ഏത് സാമ്പത്തികം, അധികാരം മാത്രമല്ല, ചുറ്റിക്കളികൾ. അങ്ങനെ നേതാവ് അവിടെ ചെന്ന്, അപ്പോൾ വലിയൊരു കുഴപ്പമൊന്നുമില്ല കുട്ടിക്ക്. അങ്ങനെ ഓരോ ടെസ്റ്റിലും ഫലം അനുകൂലമാണ്, നെഗറ്റീവാണ്. അപ്പോൾ ബൈസ്റ്റാൻഡർമാരെ ആരെങ്കിലുമൊക്കെ ഏൽപ്പിച്ചിട്ട്, കുട്ടീനെ ഏൽപ്പിച്ചിട്ട് ഇവർ രണ്ടാളും കൂടി ലോഡ്ജിൽ പോവും. അങ്ങനെ ആയിക്കഴിഞ്ഞപ്പോഴേക്കും ഇയാൾക്ക് ഇവരൊരു നിലയിലെത്തിക്കണമെന്ന് തോന്നുക. അങ്ങനെ വേറെ നേതാവിനെ ഞാൻ പരിചയപ്പെടുത്താമെന്നൊക്കെ പറഞ്ഞ് ഏതായാലും ഡിസ്ചാർജ് ചെയ്തിട്ടും ഇവർ തിരുവനന്തപുരത്ത് നിന്ന് റൂമെടുത്ത് ഈ നേതാവ് ബ്രോക്കറും, അതായത് പരക്കെ നടന്നിട്ടുള്ള ഏർപ്പാടല്ല, പാർട്ടിക്കാർക്ക് മാത്രം പൈസ കൊടുക്കുന്നത് ഫ്രീ ഒക്കെ ഉണ്ട്. അങ്ങനെ ജില്ലാ ലെവലിലുള്ള ആൾ വരെ, അത് ഞങ്ങളുടെ ജില്ലയിലുള്ള തിരുവനന്തപുരത്ത് വെച്ച് ഈ ചേച്ചനെ അസലായിട്ട് പരിചയപ്പെട്ടു. അത് കഴിഞ്ഞ് തിരിച്ചു വന്നു. ഏറ്റവും വലിയ കോമഡി അതല്ല, ആശുപത്രിയിലൊക്കെ കിടന്ന ഒരു സാധാരണ ആൾക്കാർ അയൽവക്കത്തുനിന്നൊക്കെ കടം വാങ്ങിയൊരു കഷ്ടത്തിലാവൂല. ഈ പെണ്ണ് തിരിച്ചു വന്നപ്പോൾ അയൽവാസികൾക്കൊക്കെ പൈസ കടം കൊടുക്കണ, പൈസ ഉണ്ടാക്കിയെന്നാണ് അതിൻ്റെ അർത്ഥം. പിന്നെ സജീവ രാഷ്ട്രീയത്തിൽ ഇറങ്ങണം, എന്ത് പരിപാടിക്കും പോകും. പാർട്ടീൻ്റെ കുടുംബ എങ്ങനെ സദസ്സുകളൊക്കെ ഉണ്ടാവില്ല, ഒരു വാർഡ് അടിസ്ഥാനത്തിലൊക്കെ അതിന് പങ്കെടുക്കും. ബ്ലോക്ക് തലത്തിൽ ഒക്കെ പോകൽ തുടങ്ങി, സാരി മാറ്റിയാണ്ട് ഇറങ്ങും. ദാ കിടക്കുന്ന പഞ്ചായത്ത് ഇലക്ഷന് വന്നപ്പോൾ സ്ഥാനാർത്ഥി. പിന്നെ വെച്ചടി കയറ്റണം ഈ ചേച്ചി. ചില പെണ്ണുങ്ങൾക്ക് നല്ല സാമർഥ്യമാണ്, അവർക്കിതെങ്ങനെ വിനിയോഗിക്കണമെന്നറിയാം, സൗന്ദര്യമായാലും കഴിവായാലും. അപ്പം നേതാക്കന്മാരെയൊക്കെ ഒന്ന് സുഖിപ്പിച്ച് ഇപ്പം സ്ഥിരമായിട്ട് അവരാണ് വാർഡ് മെമ്പർ, ഒരു എതിരാളിയേ ഇല്ല. ആ കുട്ടിക്ക് ചെറിയൊരു അസുഖം വന്നതാണ് അവരുടെ എല്ലാ വിജയത്തിൻ്റെയും കാരണം. തിരുവനന്തപുരത്ത് വരെ പിടിപാടായിപ്പോയി. കാലം പോലെ ഒരു ഫോക്ക്. അത് രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ അതാണ്. പല ആൾക്കാരും ഇങ്ങനത്തെയൊക്കെ ചെറിയ ലൈനൊക്കെ ഉണ്ട്. നമ്മളാരും അടച്ചാക്ഷേപിക്കല്ല. ഇലക്ഷനാണ് പറഞ്ഞത്. ജനാധിപത്യം എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ ആധിപത്യമല്ല, ജനങ്ങളുടെ മേലുള്ള ആധിപത്യമാണ്.